PM ശ്രീയുമായി മുന്നോട്ടെന്ന് UDF. ധാരണാപത്രം ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് അടൂർ പ്രകാശ്. ഇടതു സർക്കാരിനെ പഴിചാരി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതി നടപ്പാക്കിയാൽ പ്രക്ഷോഭമെന്ന് MSF. കേരളം ഭരിക്കുന്നത് BJP എന്ന് P. രാജീവ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. 3 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 ആണ്ട്. മരിച്ചവരെ ഓർത്ത് വിതുമ്പി ബന്ധുക്കൾ. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ബെയിലി പാലത്തിന് സമീപം പുഷ്പാർച്ചന നടത്തിയ അധ്യാപകർ. ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ കരക്കെടുത്ത നടുക്കം മാറാതെ നിലമ്പൂരുകാർ. പുനർജനി പദ്ധതിയിൽ VD സതീശന് ആഭ്യന്തര വകുപ്പിന്റെ ക്ലീൻ ചിറ്റ്. വിദേശ ഫണ്ട് സമാഹരണത്തിന് തെളിവില്ല. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ആഭ്യന്തരമന്ത്രി. ക്രമക്കേടിന് തെളിവുണ്ടെന്ന് CPM. വീഡിയോ പുറത്തുവിട്ട MV ഗോവിന്ദൻ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റപത്രമായി 1-ാം പ്രതി സന്തോഷ് ഈപ്പൻ. സ്വപ്ന സുരേഷും സരിത്തുമടക്കം ആകെ 6 പ്രതികൾ. FCRA ലംഘനം ചൂണ്ടിക്കാട്ടി കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം കോടതി. പോലീസ് സംഘടനാ പുനഃക്രമീകരണത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ താൽക്കാലിക തിരിച്ചടി. ആഭ്യന്തര വകുപ്പ് ഉത്തരവിന് സ്റ്റേ. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനവും വിലക്കി. ആസ്തി വിഭജനം DGPയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി മാത്രമാണോ എന്നും ചോദ്യം. കോടതി ഇടപെടൽ 3 സംഘടനകൾ 2ആക്കിയ നടപടി. കഞ്ചാവടക്കം പൊതിഞ്ഞു വലിക്കാനുള്ള പേപ്പർ ഇൻസ്റ്റാമാർട്ടിൽ സുലഭം. ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും. ഓപ്പറേഷൻ തൂഫാനിടയിലും അധികാരികൾ കാണാതെ. ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകൾ വാങ്ങുന്നത് ഏറെയും സ്കൂൾ കുട്ടികൾ. ന്യൂസ് 18 അന്വേഷണം. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് തടയാനുള്ള ബില്ല് പാസാക്കി ലോക്സഭ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് ചർച്ച ചെയ്ത് രാജ്യസഭ. യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ. ആധികാരികത ഉറപ്പാക്കാത്ത കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നതെന്ന് JP നദ്ദ. ഇരുസഭകളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. കുവൈത്തിൽ തിരിച്ചടിച്ച് ഇറാൻ. ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം. ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ്. അമേരിക്ക ഇറാനിൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയുൾപ്പെടെ 3 മരണം. Today, I feel the timing is right for me to move on and announce my retirement from international cricket and all formats. Thank you for your love, your faith and your support. Cap number 278, signing off. പിച്ചിനോട് വിട പറഞ്ഞ അജിങ്ക്യ രഹാനെ ക്രിക്കറ്റിൽ നിന്ന് സമ്പൂർണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചു. Cap 278 സൈനിങ് ഓഫ് എന്ന വൈകാരിക അടിക്കുറിപ്പോടെ വിരമിക്കൽ വീഡിയോ. അവസാനമാകുന്നത് 17 വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിൽ.